പ്രിയപ്പെട്ടവരെ, DMK മുനിസിപ്പൽ കമ്മിറ്റി ഈ ധർണ സംഘടിപ്പിച്ചത് തൂക്കുപാലം മറവിൽ നടക്കുന്ന അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 19-ാം തീയതി പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി എസ് രജിരാജിനെ വധിക്കാൻ ശ്രമിച്ച ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DMK മുനിസിപ്പൽ കമ്മിറ്റി ഇന്ന് ഈ കൂട്ടുധർണ സംഘടിപ്പിച്ചത്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ പ്രസിഡന്റ് ഷാജി വാളക്കോട്, അതേപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ സ്റ്റേറ്റ് സെക്രട്ടറി KR മുരുകേശൻ, അതേപോലെ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന ജില്ലാ സെക്രട്ടറി എസ് രജിരാജ്, നിയോജകമണ്ഡലം സെക്രട്ടറി അജ്മൽ ബിൻ ജമാൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് സദാശിവൻ ആശാരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AK നവാസ്, ജില്ലാ പ്രസിഡന്റ് ശ്യാംലാൽ തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ DMK പ്രവർത്തകരെയും സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഷാജി ക്ഷണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ DMKയുടെ കരുത്തനായ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. இந்த மாலை நேர தர்ணாவின் நிகழ்ச்சியிலே கலந்து கொண்டிருக்கின்ற மாவட்ட கழகத்தினுடைய செயலாளர் பாசத்துக்குரிய ரஜிராஜ் அவர்களே, ராஜேஷ் அவர்களே, அச்சுபிலால் அவர்களே, ஷாம்லால் அவர்களே, என்னோடு இந்த நிகழ்ச்சியிலே கலந்திருக்கின்ற துரை அவர்களே மற்றும் இங்கே பல பகுதிகளிலும் இருந்து திரளாக கலந்து கொண்டிருக்கின்ற கழக முன்னோடிகளே, மகளிர் அணியினரே, உங்கள் அனைவருக்கும் எனது முதற்க நன்றியை தெரிவித்துக் கொள்கிறேன். கடந்த சில நாட்களுக்கு முன்பாக திராவிட முன்னேற்ற கழகத்தினுடைய கொல்லம் மாவட்ட கழக அலுவலகம் அடித்து தகர்க்கப்பட்டது. இங்கே புனலூரில் வீடியோ கிளிப் சகிதம் கொண்டு கம்ப்ளைண்ட் கொடுத்தோம். இதுவரை பிரதிகள் யாரும் பிடித்தபாடில்லை. அது தொடர்கதையாகி மரியாதைக்குரிய ரஜிராஜ் எங்களுடைய மாவட்ட செயலாளர் அவர்களை கொலை பாதகம் செய்யும் அளவிற்கு ஒரு கவுன்சிலர் தலைமையிலே இறங்கி இருக்கிறார்கள். அந்த கட்சியினுடைய தலைவர்கள் கூறிக்கொள்கிறார்களாம். அதுக்கு குறித்து கூடி மீண்டு ஒன்றும் போவதில்லை. இப்போ 4 பிரதிகளை அரெஸ்ட் ചെയ്തിരിക്കുന്നത്. ഇനി 2 പേര് ഇതുവരെ പിടിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ CIയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, SIയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഈ റോഡ് ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് തടയും. ആ പ്രതികളെ പിടിച്ചിട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഈ റോഡ് ഞാൻ ഇവിടെ നേരെ നടു റോഡിൽ ഞാൻ തടയും. ഞാൻ ഒരു എച്ചരിക്കയായിട്ട് ഞാൻ കൂറിക്കൊള്ളുകയാണ്. അതുപോലെ തൂക്കുപാലം நான் திமுக உறுப்பினர்கள் எடுத்து எல்லாரும் சொல்லி நமக்கு ஒரு பலகையும் ஆணையும் ரெடியாக்கி வைக்க சொல்லியிருக்கேன். ஏன்னா இங்கே உள்ள கவுன்சிலர்களுக்கு முனிசிபல் கார்பரேஷன் ஒரு பலகைக்கு விலை 1 லட்சம் ரூபா. அங்கே ஒரு 4 பலகை வச்சா இல்லை ஒரு 10 പലകை വച്ചാൽ 10 രണ്ടുപേർക്കും സംസാരിക്കാൻ നമ്മുടെ ആദരണീയനും കരുത്തനുമായ ജില്ലാ സെക്രട്ടറി എസ് രജിരാജിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. എന്നാണ് അതിന്റെ അർത്ഥം. പുനലൂരിൽ നടന്നെന്താണ്? ആഭ്യന്തര രംഗത്തുണ്ടായ പരാജയമാണ്. ഇതൊരു രാഷ്ട്രീയ സംഘർഷമല്ല, നേർക്കുനേർ നടന്ന പോരാട്ടമല്ല. മറിച്ച് ഒരാളിനെ ഒരു പകൽ, ഒരു രാത്രിയുടെ മറവിൽ പോലുമല്ല, ഒരു പകൽ നേരത്ത്, അത് നേരം പുലർന്നു വരുന്ന നേരത്ത് കൊല്ലുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകൾ കാശ് വാങ്ങിച്ചുകൊണ്ട്, അതാണ് കൊട്ടേഷൻ. അങ്ങനെ കൊട്ടേഷൻ സംഘങ്ങളുടെ ഒരു വിരാജിക്കൽ ഈ നാട്ടിലുണ്ടായാൽ അതിന് അർത്ഥം എന്താണ്? ഈ നാട്ടിലെ നിയമവ്യവസ്ഥ തകർന്നു എന്നാണ്, പോലീസ് സംവിധാനം തകർന്നു എന്നാണ്. അത് ചോദ്യം ചെയ്യേണ്ടത് ആരാണ്? അത് ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷമാണ്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളാണ്.
പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, സഞ്ജയ് ഖാൻ എന്ന് പറയുന്ന ഒരാളൊഴിച്ച് ബാക്കി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു? ഞാൻ മനസ്സിലാക്കുന്നത് DMKയുടെ രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റത്തിലുള്ള അസൂയ കൊണ്ടാവാം അത്. പക്ഷേ പ്രതിപക്ഷത്തെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, നിങ്ങളെ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം. ഇല്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ഇനി ഒരു മൂന്നാം ഗവൺമെന്റ് കൂടി നിങ്ങൾക്ക് ഇല്ലാതായാൽ, അല്ല ഇടതുപക്ഷത്തിന് കിട്ടി, നിങ്ങൾക്കൊരു അവസരം ഇല്ലാതായാൽ പോലും നിങ്ങൾ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിഭ്രാന്തിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ വരിക. പ്രതികരിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾ മുഖം നോക്കാതെ. മുരുകേശൻ അവர்கள், ജില്ലാ സെക്രട്ടറി ശ്രീ രജരാജ് അവர்கள், മറ്റു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. കാരണം വളരെ വിശദമായ രീതിയിൽ തന്നെ ഞങ്ങളുടെ സെക്രട്ടറി ഒരു ഹർത്താൽ ഉൾപ്പെടെ നടന്ന ഒരു വലിയ വിഷയത്തെ നല്ല ഭംഗിയായി തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്നെപ്പോലെ തന്നെ കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികൾക്കും ഉള്ളിൽ തട്ടിയത് ഏതെന്ന് പറയുന്ന ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ എല്ലാവരും കേട്ടോണ്ടിരുന്നു. ഇതൊരു ചെറിയ വിഷയമല്ല, ഇത് പുനലൂരിന്റെ ജനത ഒന്നടങ്കം മനസ്സിലാക്കിയ ഒരു വലിയ വിഷയമാണ്. ഈ വിഷയങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഇവിടെയുള്ള മറ്റ് ആൾക്കാർക്കുണ്ട്. ഇവിടെ നടന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു